ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇപ്പോഴാണ് ആ ഒരു വഴക്കിലേക്കുള്ള സംഭവം തുടങ്ങിയത് കേട്ടോ. ആര്യനെ വിശക്കുന്നു എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് ആര്യനും അനുമോളും പിന്നെ സാബുമാനും ഒക്കെ കൂടി പോകുന്നുണ്ട്, അക്ബറും ഒക്കെ കൂടി പോകുന്നുണ്ട്. അപ്പൊ മുട്ട എടുക്കുന്ന ആ ഒരു സംഭവം വരെയാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ മുട്ട ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ലാലേട്ടനാണ്. ഈ മുട്ടയും പാലും, ഈ രണ്ട് സാധനങ്ങളും ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ലാലേട്ടനാണ്. ലാലേട്ടൻ പറഞ്ഞത് പ്രകാരമാണ് പോഷകാഹാരങ്ങൾ ബിഗ് ബോസ് അവർക്ക് എത്തിച്ചു കൊടുത്തത്. അത് ലക്ഷറി ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമല്ല. 23 മുട്ടയാണ് അവർക്ക് കൊടുത്തിരുന്നത്. ഇത് ഇന്നലെയാണ് വന്നത്. പിന്നെ 2 പാക്കറ്റ് പാലാണെന്ന് തോന്നുന്നു. ഇത്രയും സാധനങ്ങളാണ് അവർക്ക് കൊടുത്തിരുന്നത്. അപ്പൊ നെവിൻ ഇതിന്റെ അകത്ത് വെറുതെ കടന്ന് തിളച്ചതാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരു ഒറ്റ കാര്യം മതി. ലക്ഷറി ബഡ്ജറ്റിൽ വന്ന സാധനങ്ങൾ എടുക്കരുത് എന്നാണ് അനുമോള് നെവിന്റെ അടുത്ത് പറഞ്ഞത്. ആ ഒരു ഉള്ളിയുടെ കേസ് എന്തോ പറയുന്നുണ്ട്, ഉള്ളി എടുക്കരുത് എന്ന് പറഞ്ഞത് ലക്ഷറി ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ വെറുതെ ലാലേട്ടൻ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് 2 കിലോ ഉള്ളി എത്തിച്ചേക്കാം മക്കളെ എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. അതാണ് നെവിൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പ്രഹസനം പട്ടിഷോ കാണിക്കുന്നതിന് മുമ്പ്. പിന്നെ ആദിലാനൂറ് ഇതിന്റെ അകത്ത് തിളച്ചതാണേലും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെയാണ്. ഇത് എടുക്കാൻ തടഞ്ഞു, അവള് ഭയങ്കര കെട്ടിലമ്മ ചമച്ച് നടക്കുന്നു, അവളാരാ കുലസ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ച് വെറുതെ അനുമോളുടെ മണ്ടയ്ക്ക് കയറിയത് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, ലക്ഷറി ബഡ്ജറ്റ് വേറെ, ലാലേട്ടൻ വന്നിട്ട് കൊടുത്തിട്ട് പോയ ആ ഒരു സാധനം വേറെ. ഇത് രണ്ടും വേറെ വേറെ ആയിട്ടാണ് കാണേണ്ടത്. അത് അങ്ങനെ തന്നെയല്ലേ കാണേണ്ടത്. അല്ലാതെ ലക്ഷറി ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടല്ലല്ലോ ഇവർക്ക് മുട്ടയും സാധനങ്ങളും കിട്ടിയത്. ലാലേട്ടൻ കൊടുത്തിട്ട് പോയതാണ്. സങ്കടം തോന്നി ലാലേട്ടൻ കൊടുത്തിട്ട് പോയതാണ്. എല്ലാവരുടെയും മുഖത്ത് ഒരു വിഷമം ഉണ്ടല്ലോ, എന്നാ മക്കളെ എന്നാ പോഷകാഹാരം ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞ് എത്തിച്ചേക്കാം എന്ന് ലാലേട്ടൻ പറയുന്നു. അതിന്റെ പേരിലാണ് ഇപ്പൊ അടി ഉണ്ടായിരിക്കുന്നത്. ഇത് ലാലേട്ടനെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? അല്ല, നെവിൻ ഈ കാണിച്ച പട്ടിഷോ എല്ലാം ലാലേട്ടനെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നെവിൻ ലാലേട്ടൻ ഇൻഡയറക്ട്ലി അവഹേളിക്കുക തന്നെയല്ലേ ചെയ്തത്, അപമാനിക്കുക തന്നെയല്ലേ ചെയ്തത്? അത് ലാലേട്ടനോട് നേരിട്ട് എന്തെങ്കിലും പറഞ്ഞ് അപമാനിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ലാലേട്ടൻ ഇവർക്ക് കൊടുത്ത ആ ഒരു ഭക്ഷണ സാധനം, മുട്ടയോ വോട്ടെവർ, അത് നെവിൻ പിടിക്കാൻ പോയപ്പോ അത് തറയെ വീണു. അതുകൊണ്ട് ഉണ്ടാക്കിയ ആ മുട്ട കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം തറയെ വീണു. മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള ആ മനുഷ്യനെ നെവിൻ അവഹേളിക്കുക തന്നെയല്ലേ ചെയ്തത്? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് സെക്ഷനിൽ പറയുക.